പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഫർണിച്ചർ ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തീ അണക്കാനുള്ള ഏറ്റവും അവസാനത്തെ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫയർഫോഴ്സ്. ഈ കാണുന്നതാണ് തീപിടുത്തമുണ്ടായ ഫർണിച്ചർ ഷോപ്പ്. സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ വിൽക്കുന്ന ഒരു കടയാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ടേബിളും ചെയറുകളും ഒക്കെ വിൽക്കുന്ന കടയാണ്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു വലിയ പരിശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായത്. ഇതിന്റെ അകത്ത് പൂർണ്ണമായും ഈ വസ്തുക്കൾ കത്തി നശിച്ചിട്ടുണ്ട്. ഈ അകത്തേക്ക് കയറാനടക്കം വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് ഫയർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കട നിൽക്കുന്നത് നോർത്ത് പാലത്തിന്റെ തൊട്ടടുത്ത്, നോർത്ത് പാലം കയറുന്നതിന് മുൻപിൽ റൈറ്റ് സൈഡിലാണ്. അതായത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇതിനോട് ചേർന്നൊരു പെട്രോൾ പമ്പ് ഉണ്ട്. തൊട്ടു പുറകിലായ ഒരു ഫ്ളാറ്റും ഒരു ലോഡ്ജും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഫയർ അല്ലെങ്കിൽ തീ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഫയർഫോഴ്സ് ആ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയത്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. 7 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയത്. ഗാന്ധിനഗർ യൂണിറ്റ് പുറമെ 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ താൽക്കാലികമായി ഈ മേഖലയിലുള്ള ഗതാഗതം വഴി തിരിച്ചുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ 7 യൂണിറ്റുകൾ എത്തിയാണ് ഈ ഫയർ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്.